നമ്മൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിൽ എയറോബിക് ട്രീറ്റ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എയറോബിക് ട്രീറ്റ്മെന്റിലെ നെക്സ്റ്റ് മെത്തേഡ് ആണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. ഓക്കെ, ഫിൽട്രേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി വരുന്ന ഒരു മെത്തേഡാണ് ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. അപ്പോൾ അത് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ബയോളജിക്കൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് മെത്തേഡാണ് അണ്ടർ എയറോബിക് കണ്ടീഷൻസ്, ദാറ്റ് മീൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് വെച്ചാൽ അത് മൈക്രോ ഓർഗാനിസത്തിൻ്റെയും സസ്പെൻഡഡ് സോളിഡ്സിൻ്റെയും കൂടി ഒരു മിക്സ്ചറാണ് ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിലുള്ളത്. ഇപ്പം നമുക്കറിയാം ഈ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്നുള്ള എഫ്ലുവൻറ്റ്, അതിനകത്ത് ഒരു 20 to 30% ഓൺ വോളിയം ഓഫ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ തന്നെ എന്തുണ്ട്, ഒരുപാട് എയറോബിക് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പം അതിനെ തന്നെ യൂസ് ചെയ്തിട്ട് ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് നടത്തുന്നതാണ് ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും കാർബണേഷ്യസ് പൊല്യൂഷൻ, നൈട്രജനസ് മാറ്റർ, വേസ്റ്റ് വാട്ടറിലുള്ള ന്യൂട്രിയൻസ്, അതിനെല്ലാം എഫക്റ്റീവായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ BOD, ഓക്കെ, ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് വാട്ടർ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റും. പിന്നെ ഒരു 80 to 95% BOD റിമൂവലാണ് ഇവിടെ നടക്കുന്നത്. ആൻഡ് 90 to 95% ബാക്ടീരിയ റിമൂവലും ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ശരിക്കും നമ്മൾ ഈ ട്രിക്ലിംഗ് ഫിൽറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് വാട്ടർ കിട്ടുക ഈ ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റ് യൂസ് ചെയ്യുമ്പോഴാണ്. 80 to 95% BOD റിമൂവലും 90 to 95% ബാക്ടീരിയ റിമൂവലും ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യുമ്പം കിട്ടും. ഇനി ഈ ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ആണ് ഈ പറയുന്ന 4 എയറേഷൻ ടാങ്ക്, സെക്കൻഡറി ക്ലാരിഫയർ അല്ലെങ്കിൽ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്ക്, പിന്നെ റിട്ടേൺ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ലൈൻ ആൻഡ് വേസ്റ്റ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ലൈൻ. ഇത് 4മാണ് ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ പ്രോസസ്സ് പറയുമ്പോൾ ഓരോന്നും ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം അതിൻ്റെ ഒരു ഫിഗർ വരിക. ഇപ്പം നമ്മൾ പറഞ്ഞ പാർട്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ എയറേഷൻ ടാങ്ക് ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ സെക്കൻഡറി ക്ലാരിഫയർ അല്ലെങ്കിൽ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്ക് ഉണ്ട്. ഇതാണ് റിട്ടേൺ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ലൈൻ ആൻഡ് വേസ്റ്റ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ലൈൻ. ഇത് 4മാണ് ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ്. ഓരോന്നും ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാവേ. സോ വർക്കിംഗ് സ്റ്റെപ്പ് നോക്കാം. എയറേഷൻ ടാങ്ക് ആണ് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണന്റ്. അപ്പോൾ ഈ പ്രൈമറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുന്ന വെള്ളം, ഓക്കെ, അതാണ് നമ്മൾ എയറേഷൻ ടാങ്കിലേക്ക് കടത്തി വിടുന്നത്. അപ്പൊ അതിൽ എന്തുണ്ടാവും, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് വരുന്നതിൽ അതിൽ തന്നെ ഒരു 20 to 30% അതിന്റെ ഓൺ വോളിയം ഓഫ് സ്ലഡ്ജ് ഉണ്ടായിരിക്കും. അതിൽ തന്നെ മൈക്രോ ഓർഗാനിസംസും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ എയറേഷൻ ടാങ്കിലേക്ക് ഈ വാട്ടർ കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ ടാങ്കിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ വാട്ടർ മിക്സിംഗ് നടക്കുകയാണ് ചെയ്യുന്നത്. ഈ അതിലുള്ള സസ്പെൻഡഡ് സോളിഡ്സും മൈക്രോ ഓർഗാനിസംസും ഒക്കെ തമ്മിൽ ഈ എയറേഷൻ ടാങ്കിൽ വെച്ചിട്ടാണ് മിക്സിംഗ് നടക്കുന്നത്. അപ്പം ഏകദേശം ഒരു 4 to 8 hours നമ്മൾ ഈ എയറേഷൻ ടാങ്കിൽ എയർ സപ്ലൈ ചെയ്യും. എയറേഷൻ ടാങ്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആ ടാങ്കിലേക്ക് വേസ്റ്റ് വാട്ടറിലേക്ക് എന്തുണ്ട്, എയർ സപ്ലൈ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 to 8 hours ആണ് നമ്മൾ എയർ സപ്ലൈ കൊടുക്കുന്നത്. പല മെത്തേഡ്സിൽ നമുക്ക് എയർ സപ്ലൈ ചെയ്യാം. അതിന് വരുന്നതാണ് ഒന്നെങ്കിൽ ഡിഫ്യൂസ്ഡ് എയർ എയറേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ എയറേഷൻ ഓർ ഇതിന്റെ രണ്ടിന്റെ കോമ്പിനേഷൻ. ഈ രീതിയിലെല്ലാം നമുക്ക് എയർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇങ്ങനെ എയറേഷൻ നടക്കുന്ന സമയത്ത് എന്താ പറ്റുക എന്ന് വെച്ചാൽ, എക്സ്ട്രാ നമുക്കറിയാം വാട്ടറിലേക്ക് എയറേഷൻ നടക്കുമ്പോൾ ഓക്സിജൻ സപ്പോർട്ട് കൂടും. കുറച്ചധികം ഓക്സിജൻ അതിനകത്തേക്ക് വെള്ളത്തിലേക്ക് വേസ്റ്റ് വാട്ടറിലേക്ക് വരികയാണ്. അപ്പൊ അത് ഈ എയറോബിക് ബാക്ടീരിയനെ സപ്പോർട്ട് ചെയ്യും. ഒരുപാട് എയറോബിക് ബാക്ടീരിയാസിനെ അതിന്റെ ആക്ഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. മൈക്രോ ഓർഗാനിസംസ് റാപ്പിഡ്ലി മൾട്ടിപ്ലൈ ചെയ്യും, അതിനകത്ത് ബാക്ടീരിയ കണ്ടന്റ് ഒക്കെ കൂടും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ പറഞ്ഞു ടാങ്കിൽ ഓൾറെഡി എയർ കടത്തി വിടുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കുക. അതിൽ സസ്പെൻഡഡ് ആയിട്ടായിരിക്കും ഇപ്പൊ ഈ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഈ ബാക്ടീരിയാസിന്റെ എണ്ണം കൂടുമ്പോൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ കൂടുമ്പോൾ അതെന്ത് ചെയ്യുന്നു, ഈ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിലേക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കും. എന്നിട്ട് അതൊരു ഫ്ലോക്ക് പോലെ ഫോം ചെയ്യും. ഓക്കെ, നമ്മൾ മുന്നേ നോർമൽ വാട്ടർ ട്രീറ്റ്മെന്റിലും ഇതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
സെഡിമെന്റേഷൻ ടാങ്കിൽ ഫ്ലോക്ക് ഉണ്ടാവുന്ന കാര്യം. ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിലും ഫ്ലോക്ക് ആണ് ഫോം ചെയ്യുന്നത്. സസ്പെൻഡഡ് പാർട്ടിക്കിൾസിലേക്ക് എന്ത് ചെയ്യും, ബാക്ടീരിയാസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഫ്ലോക്ക് ഫോം ചെയ്യും. ഈ ഫ്ലോക്കിന് എന്ത് ചെയ്യും, ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഈ ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടറിനെ അതിൻ്റെ ഫുഡായിട്ട് അത് കൺസ്യൂം ചെയ്യും. എന്നിട്ട് അതിനെ പല രീതിയിൽ പിന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ന്യൂ ബാക്ടീരിയൽ സെൽസ്, എനർജി ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ഫുഡിനെ അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റിനെ അവർ കൺവേർട്ട് ചെയ്യുന്നു. ഈ രീതിയിലാണ് ഇതിലെ ഒരു പ്രോസസ്സ്, ഈ എയറേഷൻ ടാങ്കിൽ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതിനെയാണ് നമ്മൾ ബയോളജിക്കൽ ഓക്സിഡേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഒരു 80 to 85 to 95% BOD റിമൂവലും നമുക്ക് ഇതിൽ നടക്കും. വാട്ടർ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് എയറേഷൻ ടാങ്കിൽ നടക്കുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പം ശരിക്കും എന്ത് പറ്റുമെന്ന് വെച്ചാൽ എയറേഷൻ ടാങ്കിൽ നമ്മളിങ്ങനെ എയർ കൊടുത്ത് ഫ്ലോക്ക് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ വെള്ളം എങ്ങോട്ടാണ് പോവുക, സെക്കൻഡറി ക്ലാരിഫയറിലേക്ക് പോകും. ഓക്കെ, സെക്കൻഡറി ക്ലാരിഫയർ അല്ലെങ്കിൽ സെഡിമെന്റേഷൻ ടാങ്ക്. അപ്പൊ നമ്മൾ മുന്നേ പഠിച്ചതുപോലെ തന്നെ എന്താണ്, ഫ്ലോക്ക് ആണ് ഇപ്പൊ ഫോം ചെയ്തേക്കുന്നത് അല്ലെ. ഈ വാട്ടറും ഈ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്ന ബാക്ടീരിയാസും കൂടിയുള്ള ഫ്ലോക്ക്. ആ ഫ്ലോക്ക് എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ താഴേക്ക് സെറ്റിൽ ആവാൻ തുടങ്ങും. അപ്പൊ ഈ സെക്കൻഡറി ക്ലാരിഫയറിൽ ലോ വെലോസിറ്റിയിലാണ് വാട്ടർ ഫ്ലോ ചെയ്യാം. ഫ്ലോ വെലോസിറ്റി വളരെ കുറവായിരിക്കും. അപ്പൊ ആ സമയത്ത് ഈ ഫോം ചെയ്ത ഫ്ലോക്ക് എന്ത് ചെയ്യുന്നു, താഴത്തേക്ക് ഗ്രാവിറ്റിന്റെ ഇൻഫ്ലുവൻസോട് കൂടി അത് സെറ്റിൽ ആവുന്നു. എന്നിട്ട് ഏറ്റവും താഴെ ഒരു സ്ലഡ്ജ് ബ്ലാങ്കറ്റ് ഫോം ചെയ്യും. ഓക്കെ, ആ സ്ലഡ്ജിനെയാണ്, അതായത് ഈ സെറ്റിലായ ഈ സെക്കൻഡറി ക്ലാരിഫയറിന്റെ അടിയിൽ സെറ്റിലായ സ്ലഡ്ജിനെയാണ് നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് വിളിക്കുക. അപ്പൊ ഈ ഫിഗർ കണ്ടല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞ പ്രോസസ്സ് ഇതിലാണ് നടക്കുക. പ്രൈമറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വേസ്റ്റ് വാട്ടർ ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ എയർ കൊടുക്കാൻ വേണ്ടിയിട്ട്, എയർ സപ്ലൈ നടത്താൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പൊ അത് വെച്ച് എന്ത് ചെയ്യുക, വാട്ടർ ഇങ്ങനെ മിക്സ് ചെയ്യാണ്. കണ്ടില്ലേ എയർ ബബിൾസ് ഇങ്ങനെ പോകുന്നത്, ഓക്സിജൻ സപ്ലൈ ആണ് വാട്ടറിലേക്ക് നടക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഓക്സിജൻ സപ്ലൈ ഉണ്ടാകുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയാസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യും. അത് ഈ പറഞ്ഞ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഫ്ലോക്ക് പോലെ ഫോം ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിന് സെക്കൻഡറി ക്ലാരിഫയറിലേക്ക് വിടുകയാണ്. ലോ വെലോസിറ്റിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഫ്ലോക്ക് എന്ത് ചെയ്യും, ഗ്രാവിറ്റിന്റെ ഇൻഫ്ലുവൻസോടുകൂടി ഈ താഴെ ഇതേപോലെ സെറ്റിലാവും. അതിനെയാണ് നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയാം. നമ്മൾ മുന്നേ സെഡിമെന്റേഷൻ പഠിച്ച പോലെയൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ വേസ്റ്റ് വാട്ടർ ആണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ സെറ്റിൽ ആവുന്നു. ഇപ്പൊ ടോപ്പ് ലെയറിൽ നോക്കിക്കേ, നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ട്രീറ്റഡ് വാട്ടർ ആണ് കിട്ടുക. ബോട്ടം ലെയറിലാണ് സെറ്റിൽഡ് ആയിട്ടുള്ള ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഉണ്ടാവുക. ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇനി രണ്ട് കമ്പോണൻസും കൂടി നമ്മൾ പറഞ്ഞു. റിട്ടേൺ ആക്ടിവേറ്റഡ് സ്ലഡ്ജും ഉണ്ട്, വേസ്റ്റ് ആക്ടിവേറ്റഡ് സ്ലഡ്ജും ഉണ്ട്. റിട്ടേൺ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് വെച്ചാൽ, ഇപ്പൊ ഈ താഴെ സെറ്റിൽ ആയേക്കുന്ന ഒരു സ്ലഡ്ജ് ഉണ്ടല്ലോ, അതിന്റെ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് വീണ്ടും ഈ എയറേഷൻ ടാങ്കിലേക്ക് വിടും. ആൻഡ് വേസ്റ്റ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് വെച്ചാൽ എക്സസ് സ്ലഡ്ജ് വരുമ്പോൾ നമ്മൾ അത് റിമൂവ് ചെയ്യാം. ആ രണ്ട് രീതിയിലാണ് അടുത്തൊരു കമ്പോണന്റ് വരുന്നത്. ഈ ഫിഗർ നോക്കാം. ഈ ലാസ്റ്റ് ഉള്ള സെറ്റിലായി കിടക്കുന്ന സ്ലഡ്ജിലെ ഒരു പകുതി പോർഷൻ എന്ത് ചെയ്യുക, എയറേഷൻ ടാങ്കിലേക്ക് കൊടുക്കുക. പിന്നെ വരുന്ന എക്സസ് സ്ലഡ്ജ് നമുക്ക് എന്താ പറയാ, വേസ്റ്റ് ആണ്. അപ്പൊ അത് നമ്മൾ വേസ്റ്റ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ലൈൻ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഫർദർ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അത് ഡിസ്പോസ് ചെയ്ത് കളയുകയാണ് ചെയ്യുക, സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിലേക്കും ഒക്കെ കൊടുത്തിട്ട്. അപ്പൊ ഈ റിട്ടേൺ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, കുറച്ച് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് തിരിച്ചു ചെല്ലുമ്പോൾ അത് മൈക്രോ ഓർഗാനിസത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാനും കുറച്ചും കൂടി ക്വാളിറ്റിയിൽ വാട്ടർ ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സ്ലഡ്ജ് നമ്മൾ റിട്ടേൺ ചെയ്ത് വിടുന്നത്. അതായത് ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ കൗണ്ട് സഫീഷ്യന്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ്. വേസ്റ്റ് ആക്ടിവേറ്റഡ് എന്ന് വെച്ചാൽ എക്സസ് ആയിട്ടുള്ള സ്ലഡ്ജ് എന്ത് ചെയ്യുക, നമ്മൾ ഡിസ്പോസ് ചെയ്യുക. ഇപ്പം സ്ലഡ്ജ് ഡൈജഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് അത് ഡിസ്പോസ് ചെയ്ത് കളയുക. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ ഹൈ ക്വാളിറ്റിയിലുള്ള വാട്ടറാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. BOD ഒരു 80 to 95% നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ബാക്ടീരിയാസിനെയും ഒരു 90 to 95% നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് യൂസ് ചെയ്യുന്ന ലാൻഡ് ഏരിയ, ഈ ഒരു പ്രോസസ്സിന് വേണ്ട ലാൻഡ് ഏരിയയും കുറവാണ്. ഇത് ഇതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. ഈ ഫിഗർ നമ്മൾ എക്സാമിന് പഠിച്ചിരിക്കണം. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ ആ ഒരു വാട്ടർ ട്രീറ്റ്മെന്റിന്റെ ഫിഗർ തന്നെയാണ്. സ്ക്രീൻസ്, ഗ്രിഡ് ചേമ്പർ, പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, അതിൽ നിന്നുള്ള വെള്ളം നമുക്ക് എന്ത് ചെയ്യാം, എയറേഷൻ ടാങ്കിലേക്ക് വിടാം.
എയറേഷൻ പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 to 8 hours ആയിരുന്നു നമ്മൾ എയറേഷൻ ടൈം പറഞ്ഞത്. അതിനുശേഷം അത് സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് പോകും. അവിടെ വെച്ചിട്ട് ഈ ഫോം ചെയ്ത ഫ്ലോക്ക് സെറ്റിൽ ആവും. വൺ പോർഷൻ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ എയറേഷൻ ടാങ്കിലേക്ക് വിടും. ബാക്കി വരുന്ന വേസ്റ്റ് പോർഷൻ, എക്സ്ട്രാ പോർഷൻ നമ്മൾ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. സ്ലഡ്ജ് തിക്നർ, സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക് അതിലേക്കൊക്കെ കൊടുത്തിട്ട് ആ വേസ്റ്റിനെ നമുക്ക് ഡിസ്പോസ് ചെയ്ത് കളയാം. ഇങ്ങനെയാണ് മൊത്തത്തിൽ ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് വരിക. ഓക്കെ, ഇനി ഈ ഒരു പ്രോസസ്സിന് വരുന്ന ഓപ്പറേഷണൽ ട്രബിൾസ്, അത് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിന്റെ ഒരു ഓപ്പറേഷണൽ പ്രോബ്ലംസ്. ഒന്നാമത്തേതാണ് ബൾക്കിംഗ് ആൻഡ് ഫോമിംഗ് ഓഫ് സ്ലഡ്ജ്, ബൾക്കിംഗ് ആൻഡ് ഫോമിംഗ് സ്ലഡ്ജ്, ആൻഡ് സെക്കൻഡ് വൺ ആണ് റൈസിംഗ് സ്ലഡ്ജ്. ഈ 2 പ്രശ്നങ്ങളാണ് ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിന് ഉണ്ടായിരിക്കുക. അപ്പൊ ബൾക്കിംഗ് ആൻഡ് ഫോമിംഗ് സ്ലഡ്ജ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഈ ഉണ്ടായിരിക്കുന്ന ഇതിലുള്ള സ്ലഡ്ജ് ഉണ്ടല്ലോ, അതിന് സെറ്റിൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, എയറേഷൻ കഴിഞ്ഞിട്ട് ഈ ഒരു സെക്കൻഡറി ക്ലാരിഫയറിലേക്ക് വരുമ്പോൾ ഈ സ്ലഡ്ജ് എന്ത് ചെയ്യുന്നുണ്ട്, താഴേക്ക് സെറ്റിൽ ആവുന്നുണ്ട്. താഴെയാണ് സ്ലഡ്ജ് ബ്ലാങ്കറ്റ് ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ സ്ലഡ്ജിന് താഴേക്ക് സെറ്റിൽ ആവാൻ പറ്റില്ല, അതിനങ്ങനെ ഒരു കഴിവുണ്ടാവില്ല. അതിനെയാണ് നമ്മൾ ബൾക്കിംഗ് സ്ലഡ്ജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫിലമെന്റസ് മൈക്രോ ഓർഗാനിസംസ് ഉള്ളതാ. ഫിലമെന്റസ് മൈക്രോ ഓർഗാനിസംസ് വെച്ചാൽ ഒരു സ്ട്രിപ്പ് ലൈക്ക് ബാക്ടീരിയ ആണ്. അത് ഈ പറഞ്ഞ സ്ലഡ്ജിൽ ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ സ്ലഡ്ജിന് താഴേക്ക് സെറ്റിൽ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് റെഡ്യൂസ് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഓർഗാൻസ്, അതായത് ഈ ഫിലമെന്റസ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവുന്നത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം കൺട്രോൾ ചെയ്യാം. ഓക്കെ, റിഡക്ഷൻ ഓഫ് സ്ലഡ്ജ് ഏജ് ടു ലെസ് ദാൻ 6 days. ഈ സ്ലഡ്ജിന്റെ ഏജ് ഒരു 6 days ആക്കി കുറയ്ക്കുക. പിന്നെ നമ്മൾ റിട്ടേൺ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് കൊടുക്കുമല്ലോ, താഴെ വേസ്റ്റ് ആയി വരുന്ന സ്ലഡ്ജിനെ എയറേഷൻ ടാങ്കിലേക്ക് വിടുന്നതിന് മുന്നേ ക്ലോറിനേഷൻ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഈ ഫിലമെന്റസ് മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ഈ ബൾക്കിംഗ് സ്ലഡ്ജ് ഒഴിവാക്കുക. അപ്പൊ ബൾക്കിംഗ് സ്ലഡ്ജ് എന്ന് വെച്ചാൽ ഈ സ്ലഡ്ജിന് സെറ്റിൽ ആവാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഒരുപാട് ഫിലമെന്റസ് മൈക്രോ ഓർഗാനിസംസ് ഈ സ്ലഡ്ജിൽ ഉണ്ടാവുമ്പോഴാണ്. അതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലഡ്ജ് ഏജ് 6 days ആക്കി കുറയ്ക്കുക, റിട്ടേൺ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ ക്ലോറിനേഷൻ ചെയ്യുക എന്നുള്ള മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ മെത്തേഡാണ് റൈസിംഗ് സ്ലഡ്ജ്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, പേര് കേൾക്കുമ്പോൾ തന്നെ സ്ലഡ്ജ് റൈസ് ആയി വരികയാണ്, മുകളിലേക്ക് പൊന്തി വരികയാണ്. അതാണ് അടുത്തൊരു പ്രശ്നം. അതായത് ഏറ്റവും താഴെ സെറ്റിലായി കിടക്കാതെ അത് മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും. അതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഡീനൈട്രിഫിക്കേഷൻ ആണ്. ഓക്കെ, ഡീനൈട്രിഫിക്കേഷൻ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ സെറ്റിൽഡ് സ്ലഡ്ജിൽ നിന്നും എന്ത് ചെയ്യും, നൈട്രജൻ ബബിൾസ് ഫോം ചെയ്യും. അതിങ്ങനെ അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതിന് വീണ്ടും ഇങ്ങനെ മുകളിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇപ്പൊ ഹൈ ടെമ്പറേച്ചർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 20 degree Celsius ഒക്കെ ആണെങ്കിൽ ഡീനൈട്രിഫിക്കേഷൻ കുറച്ച് കൂടുതലായിരിക്കും. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഒന്നെങ്കിൽ സ്ലഡ്ജിന് സെറ്റിൽ ആവാൻ പറ്റില്ല, അതിന്റെ കാരണം ഫിലമെന്റസ് മൈക്രോ ഓർഗാനിസംസ് കൂടുന്നതാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സെറ്റിലായ സ്ലഡ്ജ് മുകളിലേക്ക് പൊന്തി വരാനുള്ള ടെൻഡൻസി, അതിന് കാരണം നൈട്രജൻ ബബിൾസ് ഉണ്ടാവുന്നതാണ്. ഇത് രണ്ടുമാണ് അതിന്റെ ഒരു ഓപ്പറേഷണൽ ട്രബിൾസ്. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കാവേ. അഡ്വാൻറ്റേജസ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു, ലെസ് ലാൻഡ് ഏരിയ മതി, അതേപോലെ ഹെഡ് ലോസ് ഇൻ ദ പ്ലാന്റ് ലോ ആയിരിക്കും, പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഈച്ച അങ്ങനത്തെ ഫ്ലൈന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ബാഡ് സ്മെൽ ഉണ്ടാവില്ല, ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് നമുക്ക് കുറവാണ്, ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ് ആണെങ്കിലോ ഓപ്പറേഷണൽ കോസ്റ്റ് ഹയർ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങളും നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് കൊടുക്കാം, ബൾക്കിംഗ് ഓഫ് സ്ലഡ്ജും അതേപോലെ റൈസിംഗ് ഓഫ് സ്ലഡ്ജും. പിന്നെ നമുക്ക് ഒരുപാട് മെഷീനറി ഉണ്ട് ഹാൻഡിൽ ചെയ്യാൻ, അതായത് എയറേഷൻ ടാങ്ക്, സെഡിമെന്റേഷൻ ടാങ്ക്, പിന്നെ റിട്ടേൺ പോകണം, വേസ്റ്റ് കളയണം, അങ്ങനെ കുറെ മെഷീനറിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന ഡിസഡ്വാൻറ്റേജസ്. ഇത്രയാണ് ശരിക്കും നമുക്ക് ആക്ടിവേറ്റഡ് സ്ലഡ്ജിന്റെ തിയറി ആയിട്ട് പഠിക്കാനുള്ളത്.